അയാൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ സയൻസിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ബാങ്ക് ഡെപ്പോസിറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു മെനി ടൈപ്സ് ബേസ്ഡ് ഓൺ ദിയർ നേച്ചർ. ബാങ്ക് ഡെപ്പോസിറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, കുറേ ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അതിൻ്റെ നേച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ. ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേരിയസ് ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ് ആർ പ്രൊവൈഡഡ്. അപ്പോൾ നമുക്ക് താഴെ കുറച്ച് വേരിയസ് ടൈപ്പ് ഡെപ്പോസിറ്റ്സിൻ്റെ ക്യാരക്ടേഴ്സ് തന്നിട്ടുണ്ട്. അറേഞ്ച് ദം കെയർഫുള്ളി ആൻഡ് കംപ്ലീറ്റ് ദി കൺസെപ്റ്റ് മാപ്പ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു താഴെ തന്നിട്ടുള്ള കൺസെപ്റ്റ് മാപ്പ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഫസ്റ്റ് എന്താണ് തന്നത്? എനി എമൗണ്ട് ഓഫ് മണി ക്യാൻ ബി ഡെപ്പോസിറ്റഡ് ഫോർ വിച്ച് എ ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ക്യാൻ ബി ഏൺ. സെക്കൻഡ്, മണി ഈസ് വിഡ്രോൺ വിത്ത് ഇൻട്രസ്റ്റ് ആഫ്റ്റർ എ സ്പെസിഫിക് പീരീഡ്. തേർഡ് എന്താ തന്നത്? എ ഫിക്സഡ് എമൗണ്ട് ഈസ് ഡെപ്പോസിറ്റഡ് അറ്റ് റെഗുലർ ഇൻ്റർവെൽ ഫോർ എ സ്പെസിഫിക് പീരീഡ്. പിന്നെയോ, ദർ ഈസ് നോ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ്. അപ്പം ഇതൊക്കെയാണ് തന്നത്. ഇത് നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ മീനിങ് ഒന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് ഇതെങ്ങനെ അറേഞ്ച് ചെയ്യാൻ നോക്കാം. ആദ്യം എന്താണ് പറഞ്ഞത്? എനി എമൗണ്ട് ഓഫ് മണി ക്യാൻ ബി ഡെപ്പോസിറ്റഡ് ഫോർ വിച്ച് എ ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ക്യാൻ ബി ഏൺഡ്. ഏതൊരു തുകയും നിക്ഷേപിക്കാം, എന്നാൽ കുറഞ്ഞ പലിശ ലഭിക്കും. അടുത്തത്, മണി ഈസ് വിഡ്രോൺ വിത്ത് ഇൻട്രസ്റ്റ് ആഫ്റ്റർ എ സ്പെസിഫിക് പീരീഡ്. നിശ്ചിത കാലയളവിന് ശേഷം പലിശയോടെ പണം പിൻവലിക്കുന്നു. അടുത്തത്, എ ഫിക്സഡ് എമൗണ്ട് ഈസ് ഡെപ്പോസിറ്റഡ് അറ്റ് എ റെഗുലർ ഇൻ്റർവെൽ ഫോർ എ സ്പെസിഫിക് പീരീഡ്. നിശ്ചിത ഇടവേളകളിൽ ഒരു സ്ഥിര തുക നിക്ഷേപിക്കുന്നു. അടുത്തത്, ദർ ഈസ് നോ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ്. നിക്ഷേപങ്ങൾക്ക് പലിശ ലഭ്യമല്ല എന്നാണ് പറയുന്നത്. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ഇത് നമുക്ക് ആ കൺസെപ്റ്റ് മാപ്പിൽ കൊടുക്കാൻ പറ്റുക? ഏത് ഓർഡറിലാണ് കൊടുക്കുക? അപ്പോൾ നമുക്കിതെങ്ങനെ ഓർഡറിൽ എഴുതാം? കറണ്ട് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ദർ ഈസ് നോ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്. കറണ്ട് ഡെപ്പോസിറ്റ് നമുക്ക് എന്ത് കിട്ടില്ല? ഇൻട്രസ്റ്റ് കിട്ടില്ല. അടുത്തത് എന്താണ്? സേവിങ്സ് ഡെപ്പോസിറ്റ്. സേവിങ്സ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനി എമൗണ്ട് ഓഫ് മണി ക്യാൻ ബി ഡെപ്പോസിറ്റഡ് ഫോർ വിച്ച് എ ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ക്യാൻ ബി ഏൺഡ്. നമുക്ക് എന്ത് ചെയ്യാം? എത്ര പൈസ വേണമെങ്കിലും നമുക്ക് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാം. നമുക്ക് അതിന് ഒരു കുറഞ്ഞ നിരക്കിൽ ഇൻട്രസ്റ്റ് കിട്ടും. അടുത്തത് റിക്കറിങ് ഡെപ്പോസിറ്റ്, അതായത് RD എന്ന് പറയുന്നത് എന്താണ്? മണി ഈസ് വിഡ്രോൺ വിത്ത് ഇൻട്രസ്റ്റ് ആഫ്റ്റർ എ സ്പെസിഫിക് പീരീഡ്. അതാണ് എന്ത്? RD. അടുത്തത് ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഫിക്സഡ് എമൗണ്ട് ഈസ് ഡെപ്പോസിറ്റഡ് അറ്റ് റെഗുലർ ഇൻ്റർവെൽ ഫോർ എ സ്പെസിഫിക് പീരീഡ്. അതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ബാങ്ക് ഈസ് നോൺ ആസ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഏത് ബാങ്കാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അത് ജപ്പാൻ ഈസ് ആൻ ഏഷ്യൻ കൺട്രി വിത്ത് എ യുണീക്ക് ജോഗ്രഫി, ഹിസ്റ്ററി ആൻഡ് കൾച്ചർ. ഇപ്പോൾ ജപ്പാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഏഷ്യൻ കൺട്രിയാണ്. അതിന് അതിൻ്റേതായിട്ടുള്ള ജോഗ്രഫിയും ഹിസ്റ്ററിയും കൾച്ചറും ഒക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങളോട് പറയാണ്, ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ഡൗൺ ദി കറക്റ്റ് ജോഗ്രഫിക്കൽ ഫീച്ചർ ഓഫ് ജപ്പാൻ ഫ്രം ദി ഹിൻസ് പ്രൊവൈഡഡ്. അപ്പോൾ നമുക്ക് താഴെ കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട്. അതിന് കറക്റ്റ് ജോഗ്രഫിക്കൽ ഫീച്ചർ, ജപ്പാൻ്റെ കറക്റ്റ് ജോഗ്രഫിക്കൽ ഫീച്ചർ കണ്ടെത്താനാണ് പറയുന്നത്. ഒന്നെന്താണ്? സ്റ്റീപ്ലി ഫ്ലവറിങ് റിവേഴ്സ്. രണ്ടാമത്തത് വാസ്റ്റ് ഡിസേർട്സ്. 3, സറൗണ്ടഡ് ബൈ അറ്റ്ലാന്റിക് ഓഷ്യൻ. 4-മത്തത് ഫ്രീക്വൻ്റ്ലി ഒക്കറിങ് എർത്ത് കേക്സ്. അപ്പോൾ ഇതിലേതാണ് ജപ്പാൻ്റെ ഫീച്ചറായിട്ട് വരുന്നത്? ഇതിൽ കറക്റ്റായിട്ട് വരുന്നത് 1 and 4 ആണ്. ഫസ്റ്റ് ഓപ്ഷനും ഫോർത്ത് ഓപ്ഷനും ആണ്. സ്റ്റീപ്പി ഫ്ലവറിങ് റിവേഴ്സും ഫ്രീക്വൻ്റ്ലി ഒക്കറിങ് എർത്ത് കേക്സും ആണ് കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത്. അടുത്തത്, കംപ്ലീറ്റ് ദി ടേബിൾ ബൈ ഇൻക്ലൂഡിങ് മോർ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ലിറ്ററേച്ചർ ആൻഡ് ഫുഡ് ഓഫ് ജപ്പാൻ. ജപ്പാൻ്റെ ലിറ്ററേച്ചറും അതുപോലെ തന്നെ ഫുഡിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് ഉള്ള ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യം എന്താണ് തന്നത്? ലിറ്ററേച്ചർ. കൊജിക്കി ഈസ് എ വർക്ക് ദാറ്റ് ഡിസ്ക്രൈബ് ട്രഡീഷണൽ ഹിസ്റ്ററി ആണ് ഫസ്റ്റ് തന്നത്. കൊജിക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? കൊജിക്കി എന്ന് പറഞ്ഞാൽ ജപ്പാൻ്റെ ട്രഡീഷണൽ ഹിസ്റ്ററി ഡിസ്ക്രൈബ് ചെയ്യുന്നൊരു വർക്കാണെന്നാണ് പറയുന്നത്. അടുത്തത് ഫുഡ് എന്താണ് തന്നത്? റൈസ് ഈസ് ദി സ്റ്റേപ്പിൾ ഫുഡ് ഐറ്റം. റൈസാണ് അവിടുത്തെ സ്റ്റേപ്പിൾ ഫുഡ് ഐറ്റം എന്നാണ് പറയുന്നത്. ഇനി ബാക്കി 2 പോയിന്റ് നിങ്ങൾ എഴുതണം. അത് നമുക്ക് എന്തൊക്കെ എഴുതാം അവിടെ?
അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്താം, മാന്യഷു ഈസ് ആൻ ഏഷ്യൻ കളക്ഷൻ ഓഫ് ജപ്പാനീസ് പോയം. മാന്യഷു എന്ന് പറഞ്ഞാൽ പഴയ ജപ്പാനീസ് കവിതകളുടെ സമാഹാരമാണ് എന്ന് എഴുതാം. അടുത്തത് ഹൈക്കു ഈസ് എ ഷോർട്ട് ഫോം ഓഫ് ജപ്പാനീസ് പോയട്രി. ഹൈക്കു എന്ന് പറഞ്ഞാൽ ജപ്പാനിലെ ചെറിയ ഒരു കവിതാ രൂപമാണ് എന്ന് എഴുതാം. ഇനി ഫുഡിൽ എന്തൊക്കെ എഴുതാം, ഫിഷ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ജപ്പാനീസ് ഫുഡ്. ജപ്പാനീസ് ഭക്ഷണത്തിൽ മീൻ വ്യാപകമായി ഉപയോഗിക്കുന്നു എന്ന് എഴുതാം. അടുത്തത് സുഷി. സുഷി ഈസ് എ പോപ്പുലർ ജപ്പാനീസ് ഡിഷ് മെയ്ഡ് ഓഫ് റൈസ് ആൻഡ് ഫിഷ്. അരിയും മീനും ചേർത്ത് തയ്യാറാക്കുന്ന ജനപ്രിയ ജപ്പാനീസ് വിഭവമാണ് സുഷി എന്നുള്ളത് എഴുതാം. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദി ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദി വേൾഡ്. ഈ ലോകത്തെ തന്നെ ഏറ്റവും വലിയ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്നാണ് പറയുന്നത്. എ ക്വസ്റ്റ്യൻ ആണ്, ഹു വാസ് ദി ചെയർമാൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയുടെ ചെയർമാൻ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്കറിയാം ആരാണ് ചെയർമാൻ? ഡോക്ടർ BR അംബേദ്കർ ആണ് ചെയർമാൻ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അടുത്തത് ക്വസ്റ്റ്യൻ ബി, റൈറ്റ് ഡൗൺ ദി ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റീവ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ആർ റിഫ്ലക്റ്റഡ് ഇൻ ഗിവൺ ഫീച്ചർ. അപ്പോൾ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് തന്നത്? ദി ഹെഡ് ഓഫ് ദി നേഷൻ ഈസ് ഇലക്റ്റഡ്. ഹെഡ് ഓഫ് ദി നേഷൻ്റെ ഹെഡ് ഇലക്ട് ചെയ്യുന്നത്. റിപ്പബ്ലിക്. ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റീവ് അതാര് ഒബ്ജക്റ്റീവാണ്? റിപ്പബ്ലിക്. അടുത്തത് റെഡ്യൂസസ് ഇനിക്വാലിറ്റീസ് ആൻഡ് എൻഷ്യൂർ സോഷ്യൽ ജസ്റ്റിസ്. അത് എന്താ നമ്മൾ എഴുതണം? അടുത്തത് ദി നേഷൻ ഹാസ് നോ ഒഫീഷ്യൽ റിലീജിയൻ. അതാണ് ബി ആയിട്ട് എഴുതേണ്ടത്. അടുത്തത് പീപ്പിൾ ആർ സോവേറിങ്. അത് സി ആയിട്ട് എഴുതണം. അപ്പോൾ എന്തൊക്കെ എഴുതാൻ നമുക്ക് നോക്കാം. അപ്പോൾ ദി ഹെഡ് ഓഫ് ദി നേഷൻ ഈസ് സെലക്റ്റഡ്. രാജ്യത്തിൻ്റെ തലവനെ തിരഞ്ഞെടുക്കുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? റിപ്പബ്ലിക് എന്ന് പറയുന്നത്. അടുത്തത് റെഡ്യൂസസ് ഇനിക്വാലിറ്റി ആൻഡ് എൻഷ്യൂർ സോഷ്യൽ ജസ്റ്റിസ്. സമത്വം കുറച്ച് സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നു. അതാണെന്ത്? സോഷ്യലിസം. അടുത്തത് ദി നേഷൻ ഹാസ് നോ ഒഫീഷ്യൽ റിലീജിയൻ. രാജ്യത്തിന് ഔദ്യോഗിക മതമില്ല. അതിനെന്താണ് പറയുക? സെക്യുലാരിസം, നിരപേക്ഷത. അടുത്തത് പീപ്പിൾ ആർ സോവറിൻ. അതിനെയാണെന്ത് പറയുന്നത്? സോവറിൻറ്റി. ജനങ്ങൾക്കാണ് പരമാധികാരം. അപ്പം പരമാധികാരം എന്നുള്ളതാണ് അതിന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് മീൻ ബൈ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ. കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. റൂൾസ് ആൻഡ് ലോസ് ഇൻക്ലൂഡ്. കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഭരണഘടനാപരമായ വ്യവസ്ഥ എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്താണ് ആൻസർ? റൂൾസ് ആൻഡ് ലോസ് ഇൻക്ലൂഡഡ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർ കോൾഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ. ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നിയമങ്ങളും വ്യവസ്ഥകളും ഭരണഘടനാപരമായ വ്യവസ്ഥകൾ എന്നാണ് വിളിക്കുന്നത്. അടുത്തത് ക്വസ്റ്റ്യൻ 4 ഹാസ് 2 പാർട്സ്. 4A ഉണ്ട് 4B ഉണ്ട്. ഏതെങ്കിലും ഒന്നിന് ആൻസർ ചെയ്താനാണ് പറയുന്നത്. എ ക്വസ്റ്റ്യൻ എന്താണ്? ഓഷ്യൻ ആർ വാസ്റ്റ് ബോഡീസ് ഓഫ് വാട്ടർ സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ കോണ്ടിനെൻറ്റ്സ്. ഓഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ അടങ്ങിയിട്ടുള്ള വാസ്റ്റ് ആയിട്ടുള്ള റീജിയനാണ്. അതെന്തിൻ്റെ ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കോണ്ടിനെൻറ്റ്സിൻ്റെ ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ റീഡിംഗ് കാർഡ് ഫോർ എനി വൺ ഓഫ് ദി ഓഷ്യൻ ബേസ്ഡ് ഓൺ ദി ഹിൻസ് ഇൻക്ലൂഡിങ് ഇൻഫർമേഷൻ ഫ്രം ദി ഗിവൺ മാപ്പ്. അപ്പോൾ നമ്മളോട് ഒരു എന്തുണ്ടാക്കാനാണ് പറയുന്നത്? ഒരു റീഡിംഗ് കാർഡ് ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലാണ് റീഡിംഗ് കാർഡ് ഉണ്ടാക്കേണ്ടത്. ഓഷ്യൻ്റെ നെയിം വേണം, കോണ്ടിനെൻറ്റ് ഷെയറിംഗ് ബൗണ്ടറീസ് വേണം, ഡീപ്പസ്റ്റ് റീജിയൻ വേണം, അതർ ഫീച്ചേഴ്സ് വേണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം? നെയിം ഓഫ് ദി ഓഷ്യൻ നമുക്ക് എന്ത് പറയാം? ഇന്ത്യൻ ഓഷ്യൻ പറയാം. കോണ്ടിനെൻറ്റ്സ് ഷെയറിംഗ് ബൗണ്ടറീസ് എന്ത് പറയാം? ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ പറയാം. അതായത് അതിരുകൾ പങ്കിടുന്ന ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ്? ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ. അടുത്തത് ഡീപ്പസ്റ്റ് റീജിയൻ ആണ് ജാവ ട്രങ്ക്. ഏറ്റവും ആഴമുള്ള പ്രദേശം അതാണ് ഡീപ്പസ്റ്റ് റീജിയൻ. ഏതാണ്? ജാവ ട്രങ്ക്. അടുത്തത് അതർ ഫീച്ചേഴ്സ്. ഇറ്റ് ഈസ് ദി 3rd ലാർജസ്റ്റ് ഓഷ്യൻ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഫോർ ട്രേഡ് റൂട്ട്. മറ്റു സവിശേഷതകളാണ്. 3ാമത്തെ വലിയ മഹാസമുദ്രമാണ്. വ്യാപാര മാർഗങ്ങൾക്ക് വളരെ പ്രധാനമാണ് ഈ ഒരു വ്യാപാര മാർഗം. അടുത്തത് ഓഷ്യാനോഗ്രഫി ഈസ് എ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഓഷ്യൻസ്. ഓഷ്യാനോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഷ്യനെ കുറിച്ചിട്ടുള്ള സയൻറ്റിഫിക് സ്റ്റഡിയാണ്. ഹൗ ഈസ് ദി സ്റ്റഡി ഓഫ് ഓഷ്യൻ യൂസ്ഫുൾ ടു ആസ് പ്രിപ്പയർ എ നോട്ട്. ഓഷ്യനെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത്? അതിനെക്കുറിച്ചിട്ടൊരു നോട്ട് എഴുതാനാണ് പറയുന്നത്.
എന്ത് ചെയ്താം? ഹെൽപ്പ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ക്ലൈമറ്റ് ആൻഡ് വെതർ, കാലാവസ്ഥയും കാലാവസ്ഥ മാറ്റങ്ങളും മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അടുത്തത് പ്രൊവൈഡ് ഇൻഫർമേഷൻ എബൌട്ട് മറൈൻ റിസോഴ്സസ് ലൈക്ക് ഫിഷ് ആൻഡ് ആനിമൽസ്, മീനും ധാതുക്കളും പോലുള്ള സമുദ്ര വിഭവങ്ങളെക്കുറിച്ച് അറിവ് നൽകുന്നു. ഹെൽപ്പ് ഇൻ നാവിഗേഷൻ ആൻഡ് ട്രേഡ്, നാവിഗേഷനും വ്യാപാരത്തിനും ഒക്കെ സഹായിക്കുന്നു. അടുത്തതാണ് പ്രിപ്പയർ എ പ്ലക്കാർഡ് ഹൈലൈറ്റിംഗ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഓഷ്യൻ കൺസർവേഷൻ. ഇമ്പോർട്ടൻസ് ഓഫ് ഓഷ്യൻ കൺസർവേഷനെ കുറിച്ചിട്ടൊരു പ്ലക്കാർഡ് നിർമ്മിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ നിർമ്മിക്കാം? സേവ് ഓഷ്യൻ, സേവ് ലൈഫ്, സമുദ്രങ്ങളെ സംരക്ഷിക്കൂ, ജീവനെ രക്ഷിക്കൂ. അവോയ്ഡ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ, പ്ലാസ്റ്റിക് മലിനീകരണം ഒഴിവാക്കുക. പ്രൊട്ടക്റ്റ് മെറൈൻ ലൈഫ്, സമുദ്ര ജീവജാലങ്ങളെ സംരക്ഷിക്കുക. ഓഷ്യൻസ് ആർ ഫോർ അവർ ഫ്യൂച്ചർ, സമുദ്രങ്ങൾ നമ്മുടെ ഭാവിയാണ്. ക്വസ്റ്റ്യൻ ഹാസ് 2 പാർട്സ്. 5th ക്വസ്റ്റ്യനിലും എ പാർട്ടും ബി പാർട്ടും ഉണ്ട്. ഏതെങ്കിലും ഒന്ന് ആൻസർ ചെയ്താനാണ് പറയുന്നത്. അപ്പം 5th എ ക്വസ്റ്റ്യൻ ആണ്. എ നേഷൻ ഈസ് ദി ഫൈനസ്റ്റ് സോഷ്യോ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോംഡ് ബൈ ദി പീപ്പിൾ. എന്താണ് പറഞ്ഞത്? ഒരു രാഷ്ട്രം ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും മികച്ച സാമൂഹ്യ രാഷ്ട്രീയ സ്ഥാപനമാണ് എന്നാണ് പറയുന്നത്. അടുത്തത് ഐഡൻറ്റിഫൈ ദി എലമെൻറ്റ്സ് ഓഫ് എ നേഷൻ ഫ്രം ദി ഫോളോയിങ്. താഴെ തന്നിട്ടുള്ളതെന്ന് ഒരു നേഷൻ്റെ എലമെൻറ്റ്സ് കണ്ടെത്താനാണ് പറയുന്നത്. ഏതൊക്കെയാണ് തന്നത്? പോപ്പുലേഷൻ, ടെറിറ്ററി, ലാംഗ്വേജ്, സോവറിറ്റി എല്ലാം തന്നിട്ടുണ്ട്. ഇതിന്ന് നേഷൻ്റെ എലമെൻറ്റ്സ് കണ്ടെത്താനാണ് പറയുന്നത്. ഏതൊക്കെയാണ്? പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ജനസംഖ്യ, ടെറിറ്ററി എന്ന് പറഞ്ഞാൽ ഭൂപ്രദേശം, ലാംഗ്വേജ് ഭാഷ, സോവറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പരമാധികാരം. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോ ആണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ. അടുത്തത് പ്രിപ്പയർ എ നോട്ട് ഇൻക്ലൂഡിങ് ദി ഫീച്ചേഴ്സ് ഓഫ് സോവറിറ്റി ആസ് ആൻ എലമെൻറ്റ് ഓഫ് എ നേഷൻ. അതിലെന്താ പറയുന്നത്? ഒരു രാഷ്ട്രത്തിൻ്റെ ഘടകമായ പരമാധികാരത്തിൻ്റെ സവിശേഷതകൾ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. നമുക്ക് എന്തൊക്കെ തയ്യാറാക്കാം? സോവറിറ്റി മീൻസ് ദി സുപ്രീം പവർ ഓഫ് എ നേഷൻ. പരമാധികാരം എന്നത് ഒരു രാജ്യത്തിൻ്റെ പരമശക്തിയാണ്. ഇറ്റ് ഹാസ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ സോവറിറ്റി. ഇതിന് ആന്തരികവും ബാഹ്യവുമായ പരമാധികാരം ഉണ്ട്. ഇൻറ്റേർണൽ സോവറിറ്റി മീൻസ് ദി ഗവൺമെൻറ് ഹാസ് അതോറിറ്റി വിത്തിൻ ദി കൺട്രി. ആന്തരിക പരമാധികാരം എന്നത് രാജ്യത്തിനുള്ളിൽ സർക്കാരിന് അധികാരം ഉള്ളതാണ്. എക്സ്റ്റേണൽ സോവറിറ്റി മീൻസ് ഫ്രീഡം ഫ്രം കൺട്രോൾ ഓഫ് അതർ കൺട്രീസ്. ബാഹ്യ പരമാധികാരം എന്നത് മറ്റു രാജ്യങ്ങളുടെ നിയന്ത്രണത്തിൽ നിന്ന് സ്വതന്ത്രമാണെന്നതാണ്. സോവറിറ്റി ഈസ് എസെൻഷ്യൽ ഫോർ എക്സിസ്റ്റൻസ് ഓഫ് എ നേഷൻ. ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് പരമാധികാരം അത്യാവശ്യമാണ്.